ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ പ്രാവശ്യം ന്യൂ ഇയർ ആയിട്ട് മോൻ വന്നപ്പോൾ നെല്ലിയാമ്പതിയിലേക്കാണ് പോയത്. അപ്പോൾ ഓഫ് റോഡിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ച ഫുള്ളായിട്ട് വീഡിയോ കാണാൻ എന്നാലേ അറിയുള്ളൂ. ഇത് ഇവിടെ നിന്നറിയാം, ഞങ്ങൾ നെല്ലിയാമ്പതി 3 വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. നെല്ലിയാമ്പതിയിൽ ആ ഓറഞ്ചിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങളെ വണ്ടിയിൽ നിന്ന് വേറെ ജീപ്പിലാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ ജീപ്പിൽ റോഡ് വെറും കല്ലും കട്ടിയും ഒക്കെ പോവാനേ പറ്റില്ല. അവിടെ എത്തി കിട്ടിയപ്പോഴത്തേന് പടച്ചവനൊക്കെ കണ്ട അങ്ങനെ ഓരോ റോഡ് കണ്ടോ, ഓരോരോ കുണ്ടിൽ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ വണ്ടി അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കും. കാരണം എന്ന് വെച്ചാൽ സൈഡിൽ കൊക്കയാണ്, വലിയ കൊക്കകളാണ് കണ്ടോ. അങ്ങനത്തെ പാറക്കല്ലിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ജീപ്പ് പോകണം. ജീപ്പിൻ്റെ ടയർ എനിക്കെന്താ പേടിയുണ്ടായിരുന്നു, ജീപ്പിൻ്റെ ടയർ പൊട്ടുമോ അതോ ബ്രേക്ക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കയിലേക്ക് വീണാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല, ഉറപ്പാണ്. അത്രയും വണ്ടി ആടിയിട്ട് അള്ളാ പേടിച്ചിട്ട് പടച്ചവനെ കണ്ടിരിക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേന് എന്തോ അൽഹംദുലില്ലാ അള്ളാഹുവിന് സ്തുതി പറഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തിക്കട്ടെ. കാരണം 2.5 മണിക്കൂർ യാത്ര നെല്ലിയാമ്പതിയിൽ നിന്ന് ഈ കട്ട റോട്ടിൽ കൂടെ, ഓഫ് റോട്ടിൽ കൂടെ. അത് വണ്ടിയാണെങ്കിലോ ചാടി ചെറിയപ്പോൾ ചെരിയും, അങ്ങനെ നല്ല ചെരിയുണ്ട്. അങ്ങനെ പിന്നെ വെള്ളവും ചളിയും കല്ലും കാട്ടയൊക്കെ ഉണ്ട്. എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലേ അറിയുള്ളൂ, നേരിട്ട് പോയി കണ്ടാലേ അറിയുള്ളൂ മക്കളെ. പോവും ചെയ്ത് പകുതി ഇറക്കാനും പറ്റില്ല. അവിടെ സ്കൂട്ടറിട്ടൊന്നും വണ്ടിയത്തും ബൈക്കും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. വെറും വരെ ജീപ്പ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് അവർ കൊണ്ടുപോകും ചെയ്യും. അതുപോലെ നമ്മളെ വീട്ടിലുണ്ടാവും ചളിക്കുണ്ട്. ചളിക്കുണ്ടിൽ കൂടിയുള്ള യാത്ര ഞങ്ങൾ ഇങ്ങനെ അവർ പറയുന്നുണ്ട് കുട്ടികളെ ഫോൺ എടുത്ത് വെക്കാൻ. ഞാനപ്പോൾ ബാക്കിലാണ് ഇരിക്കണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. വീണാൽ പിന്നെ കിട്ടലുണ്ടാവില്ല പറഞ്ഞു. ശരി തന്നെയാണ്. കാരണം അവിടെ നിർത്താൻ പറ്റില്ല. ആകെ ഒരു പിന്നെ വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ. അതിൻ്റെ ഓരോരോ ഇങ്ങനെ സൈഡിൽ കൂടെ എത്തുമ്പോഴാണ് അവർ വഴി മാറി കൊടുക്കുന്നത്. വണ്ടികളിൽ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. പക്ഷേ മഴക്കാലത്തൊന്നും പോയാണ്ടല്ലോ വണ്ടി നീങ്ങൂല്ല, മറിയും ചെയ്യും. വേനൽക്കാലത്ത് തന്നെ പോയിട്ട് ഇപ്പോൾ വെള്ളമില്ലാത്ത സമയത്ത് തന്നെ പോയിട്ട് എന്താ അടങ്ങറ്, ആലോചിക്കാൻ തന്നെ വയ്യ. എന്തായാലും അത്രയും ഇതായിരുന്നു. 2.5 മണിക്കൂർ യാത്ര പറഞ്ഞാൽ അപ്പോൾ എത്രങ്ങാനും ദൂരമുണ്ട് ആ മലയുടെ മുകളിലേക്ക്. കാണാനൊക്കെ ഉണ്ട് കേട്ടോ, എത്ര വേണമെങ്കിലും കാണാണ്ട്. നല്ല നല്ല കാഴ്ച കാണാൻ. എന്താ വെച്ചാൽ മലയും കുന്നും പിന്നെ തേയിലത്തോട്ടങ്ങളും അങ്ങനെ. പക്ഷേ പേടിയുണ്ടായിരുന്നു, ആനറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കാട്ടുന്ന ആന വന്നാൽ കുടുക്കി പിന്നെ എങ്ങോട്ടും പോകാനും പോലെ. എനിക്കും അതൊരു പേടിയുണ്ടായിരുന്നു, ആനറ്റ് വരുവാണാവോന്ന്. കണ്ടില്ല റോഡുകൾ, ഈ റോഡിൽ കൂടെ ഒക്കെ ടയറിട്ടിട്ട് ജീപ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ ആലോചിക്കാനേ വയ്യ. അള്ളാഹു അക്ബറേ. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പോകുന്നു. പോകുമ്പോഴും പേടി തന്നെയായിരുന്നു, വരുമ്പോഴും പേടി. പോകുമ്പോൾ പിന്നെ കയറ്റം കയറുകയെന്ന് വിചാരിക്കുക, ഇറങ്ങുമ്പോൾ ഇറക്കത്തിലല്ലേ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടുക എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അവർ ഡ്രൈവർമാരെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുപോയിട്ട് പിന്നെ അവർ തിരിച്ചു വരുന്നില്ല. അവർ ഞങ്ങളുടെ കൂടെ അവിടെ നിൽക്കും. പിറ്റേ ദിവസമാണ് അവർ എല്ലാവരും ഞങ്ങളങ്ങോട്ട് കൊടുന്നാക്കും ചെയ്ത്. അങ്ങനെ യാത്ര നല്ല യാത്ര തന്നെയായിരുന്നു. പക്ഷേ എന്താണ് ദുർഘടം പിടിച്ച വഴിക്കുള്ള യാത്ര, അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഓരോരോ കൊക്ക കണ്ട, അത്രയും വലിയ കൊക്കകളാണ് ഈ സൈഡിൽ കൂടെ. വീണാൽ കഴിഞ്ഞു. അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഈ വീഡിയോയിൽ ഓഫ് റോഡിലേക്കുള്ള യാത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കാണാണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൃഗങ്ങളെ കണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരും. ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ കാണുക. പിന്നെ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബായ്.
കൊന്നുകളാ